സ്വാഗതം. ടൊറാക്കൾ വൈദ്യര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഇന്നും പതുപോലെ 51 അക്ഷരദേവികളിലെ അതിൽ മെസ്സേജ് ഇന്നും പതുപോലെ നോക്കാൻ പോവാണ്. അതിലിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ദേവി തുളസി ദേവിയാണ്. തുളസി ദേവി എന്താണ് പറയുന്നത്? പരിശുദ്ധമായ സ്നേഹത്തിന് സമയപരിധിയില്ല, അത് എന്നും നിലനിൽക്കുന്നതാണ്. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് തുളസി ദേവി. തുളസി ദേവി നമ്മൾ എന്നും എല്ലാ വീടുകളിലും തുളസിത്തറ ഉണ്ടാവും. അതുമാതിരി തുളസി നട്ട് പരിപാലിക്കുന്നതും തുളസി ദേവിക്ക് വിളക്ക് വയ്ക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. തുളസി ദേവി ലക്ഷ്മി ദേവിയുടെ അവതാരം കൂടിയാണ്. ശാപം കിട്ടി ലക്ഷ്മി ദേവി തുളസി എന്നുള്ള പേരിൽ അവതരിക്കുകയും പിന്നീട് ശംഖുചൂഡൻ എന്നൊരു അസുരനെ വിവാഹം കഴിക്കുകയും അവസാനം ഈ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി മഹാവിഷ്ണു തന്നെ വേഷം മാറി സ്വന്തം ഭർത്താവിൻ്റെ വേഷത്തിൽ വന്നിട്ട് ശംഖുചൂഡനായിട്ടുള്ള യുദ്ധത്തിൽ ശംഖുചൂഡനെ വധിക്കാൻ പറ്റാണ്ട് ആവണം. തുളസീദേവിയുടെ പരിശുദ്ധമായ സ്നേഹവും പാതിവൃത്യം കാരണം ശംഖുചൂഡനെ വധിക്കാൻ പറ്റാത്തതുകൊണ്ട് മഹാവിഷ്ണു തന്നെ തുളസീദേവിയുടെ പരിശുദ്ധമായ സ്നേഹത്തിനും പാതിവ്രത്യത്തിനും ഭംഗം വരുത്തിയ ശേഷമാണ് ശംഖുചൂഡനെ വധിക്കുന്നത്. അപ്പോൾ ആ തുളസീദേവി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ പരിശുദ്ധ സ്നേഹം എല്ലാവരിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതും അതുതന്നെയാണല്ലോ, അൺകണ്ടീഷണൽ ലവ്. ഒരു പരിധിയും നോക്കാതെ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ നമ്മൾ എല്ലാവരെയും പരിശുദ്ധമായി സ്നേഹിക്കണം. അതിന് ഒരു സമയപരിധിയില്ല എന്നുള്ളതാണ് ഈ തുളസി ദേവി നമുക്ക് തരുന്ന മെസ്സേജ്. വളരെ നല്ല മെസ്സേജാണ്. ഇന്നത്തെ കാലത്ത് പരിശുദ്ധ സ്നേഹമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ മെസ്സേജ് ദേവി നമുക്ക് തന്ന സ്ഥിതിക്ക് ഈ മെസ്സേജ് എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഉടമകളാവുക. അതിന് സമയപരിധിയില്ല, അതെല്ലാ കാലത്തും നിലനിൽക്കും. ഇതാണ് ഇന്ന് നമുക്ക് ദേവി തരുന്ന മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.